ദുആ ചെയ്യുമ്പോൾ ആവർത്തിച്ച് ദുആ ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅ്ജിബുഹു അൻ യദുഅ സലാസൻ വയസ്തഗ്ഫിറ സലാസൻ. അള്ളാഹുവിനോടൊരു കാര്യം ദുആ ചെയ്യുമ്പോൾ 3 തവണയൊക്കെ ദുആ ചെയ്യാൻ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം വദാലിക ലിഅന്ന ഫീ തക്രീരിഹി ഇൽഹാറൻ ലിമൗളിഇൽ ഫഖരി വൽ ഹാജത്തി ഇലല്ലാഹി തആല വത്തദല്ലുലി വൽ ഖുളൂഇ ലഹു. ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ അടിമയാണ് റബ്ബേ, എനിക്ക് വേറൊരു വഴിയില്ല, നീ തന്നെയാണ് തരേണ്ടത് അല്ലാ എന്ന് അടിമത്തത്തെ ബോധ്യപ്പെടുത്തുന്ന, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ്, രാജാവായ നീയാണ് എല്ലാം നൽകേണ്ടത് എന്ന താഴ്മയുടെ വിനയത്തിൻ്റെ അടയാളമാണ് ആവർത്തിച്ച് ചോദിക്കലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉംദത്തുൽ ഖാരി എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം വന്ന ഹദീസിൽ കാണാം, അന്ന നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ ദഅ സലാസൻ, ദുആ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം ആ കാര്യം ദുആ ചെയ്യും. വഇദാ സഅല സലാസൻ, ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഫീഹി, ഈ ഹദീസിൽ നമ്മൾ പഠിക്കേണ്ട പാഠം ഇസ്തിഹ്ബാബു തക്രീരി ദുആഇ സലാസൻ, 3 പ്രാവശ്യം ദുആ ചെയ്യൽ, ആവർത്തിക്കൽ സുന്നത്താണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്.